ഇത് സംഭവിച്ച മറ്റൊരു വാർത്ത തിരുവനന്തപുരം മംഗലപുരത്ത് മറിഞ്ഞ ടാങ്കർ ലോറിയിൽ നിന്ന് പാചകവാതകം മാറ്റുന്ന നടപടി പുരോഗമിക്കുന്നു. അതീവ സുരക്ഷാ മുൻകരുതലോടെയാണ് 3 ടാങ്കറുകളിലേക്കായി വാതകം മാറ്റുന്നത്. 1 കിലോമീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ക്രെയിനിന്റെ സഹായത്തോടെ ടാങ്കർ ഉയർത്താനുള്ള നടപടി പുരോഗമിക്കുകയാണ്. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, ഇതിൽ പാചകവാതകം മറ്റ് ടാങ്കറുകളിലേക്ക് മാറ്റുന്ന ജോലി പൂർത്തിയായോ? ഇനി ബാക്കിയുള്ളത് എന്താണ്? എപ്പോഴത്തേക്കെല്ലാം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും? അനുജ, ഈ ടാങ്കറിനുള്ളിലെ ഈ പകുതിയോളം പാചകവാതകം 2 ടാങ്കറുകളിലായി മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനിയും പകുതി കൂടിയുണ്ട്. അത് ഈ ടാങ്കർ ഉയർത്തിയതിനു ശേഷം മാത്രമേ ആ പാചകവാതകം മാറ്റാൻ കഴിയൂ. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. അതിനായി ക്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരു ക്രെയിനാണ് എത്തിയിട്ടുള്ളത്. കുറച്ച് വലിയ ക്രെയിൻ കൂടി അല്പസമയത്തിനകം എത്തും. ഇപ്പോൾ ആ ക്രെയിന് ഇവിടെ നിൽക്കാനുള്ള സൗകര്യം ഒരുക്കാനായി JCB കൊണ്ട് ഈ സ്ഥലം ക്ലിയർ ചെയ്യുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വലിയ ശ്രദ്ധയോടും സൂക്ഷ്മതയോടുമാണ് ഈ പ്രക്രിയകളൊക്കെ പുരോഗമിക്കുന്നത്. അതിനുശേഷം ആ ക്രെയിൻ എത്തിയതിനു ശേഷം 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ടാങ്കർ ഉയർത്തും. ടാങ്കർ ഉയർത്തിയതിനു ശേഷം കുറച്ച് മണിക്കൂറുകൾ കൂടി എടുത്താവും ഈ പ്രക്രിയ പൂർണ്ണമായും അവസാനിപ്പിക്കുക. അങ്ങനെയെങ്കിൽ 11 മണി കഴിഞ്ഞേ ഇത് മുഴുവനായി തീരൂ എന്നുള്ളതാണ് ഇവിടെ നിന്നും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി വലിയ ദൌത്യമാണ് ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം KSEBയുടെയും പോലീസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് വരുന്നത്. നിലവിൽ ഈ പാചകവാത ഷിഫ്റ്റിംഗ് തുടങ്ങിയാൽ ഈ റോഡിലുള്ള ഗതാഗതം വീണ്ടും നിർത്തും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഏറെക്കുറെ 4:30 വരെയുള്ള സമയത്ത് ഈ റോഡിലൂടെയുള്ള ഗതാഗതം നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം പാചകവാതക ഷിഫ്റ്റിംഗ് താൽക്കാലികമായി നിർത്തിവെച്ച് ക്രെയിൻ ഉയർത്തുന്ന നടപടിയിലേക്ക് പോയതിനു ശേഷമാണ് വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അല്പസമയത്തിനകം തന്നെ ഈ ടാങ്കർ ഉയർത്തിയാൽ വീണ്ടും ഗതാഗതം ആ നിലയിൽ തന്നെ നിയന്ത്രണം ഉണ്ടാകും. വീടുകളിൽ, ഈ പരിസരത്തെ പ്രദേശങ്ങളിലെ വീടുകളിലൊക്കെ ഇപ്പോഴും ഇന്ന് പുലർച്ചെ മുതൽ അവരൊക്കെ സഹകരിക്കുകയാണ്. അവിടെയെങ്ങും വൈദ്യുതിയില്ല. അവരുടെ വീട്ടിൽ പാചകം ചെയ്യാൻ പോലും കഴിയില്ല. ഈ പ്രദേശത്തു നിന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടാണ് ഈ പ്രവർത്തനം പുരോഗമിക്കുന്നത്. അതിനൊക്കെ ഈ നാട്ടുകാരുടെ കൂടി പൂർണ്ണ സഹായമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, വെളിച്ചക്കുറവ് തടസ്സമാകാതിരിക്കാൻ ഇതിനോടകം തന്നെ ലൈറ്റുകൾ ഒക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. മറ്റ് ലൈറ്റുകൾ കൂടി ഇവിടെ എത്തി വലിയ നിലയിലുള്ള ഒരു ക്രമീകരണം ഈ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. ആ പ്രക്രിയ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. മാത്രമല്ല, അതിസൂക്ഷ്മമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയധികം സമയമെടുത്ത് അത്രയധികം ശ്രദ്ധയോടുകൂടിയാണ് ഇവർ ചെയ്യുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ ടാങ്കർ മറിഞ്ഞത്. അതിനുശേഷം പോലീസ് ഉൾപ്പെടെ എത്തി. മംഗലപുരത്താണ് പാചകവാതക ടാങ്കർ മറിഞ്ഞത്. ഇപ്പോൾ പാചകവാതകം മറ്റ് 3 ടാങ്കറുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ പുരോഗമിക്കുന്നു. 8 മണിയോടെയൊക്കെ ഒരുപക്ഷെ എല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധ്യതയുണ്ട്.